അച്ഛനും അമ്മയും മരിക്കാൻ കിടക്കുകയും രോഗാതുരായിട്ട് കിടക്കുകയും ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്, മക്കളുണ്ട്. ഈ മക്കള് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിടി ആഹാരമോ അല്ലെങ്കിൽ ഒരു മുഴം വസ്ത്രമോ ഒരു തുള്ളി ഔഷധമോ കൊടുക്കാൻ മനസ്സില്ലാത്തവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു AC ഇന്നോവ കാറോ കോളിസ് കാറോ ഒക്കെ വാങ്ങിച്ചിട്ട് ബലിയിടാൻ പോകും. എവിടെ പോടാ, നാളെ അച്ഛൻ്റെ ആണ്ടാണ്, എനിക്ക് പോയി ബലിയിടണം. അപ്പൊ അവനെ സംബന്ധിച്ചുള്ള പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ആഹാരത്തിനും വസ്ത്രത്തിനും ഔഷധത്തിനും വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ സഹായിക്കലല്ല, മറിച്ച് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ പേരിൽ ചെന്ന് അവിടെ കാണിക്കുന്ന ബലി എന്ന് പറയുന്ന കോപ്രായമാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് മതം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം. ഒരു ഭൗതികവാദപരമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ആഹാരവും വസ്ത്രവും ഔഷധവും കൊടുക്കുക, സ്നേഹം കൊടുക്കുക. മരിച്ചു കഴിഞ്ഞ് നീ എന്നത് ചെയ്തിട്ട് എന്നാ കാര്യം? പക്ഷെ ഇവൻ നോക്കുന്നത്, അച്ഛന്റെ ബലി നേരെ നടത്താൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ. എന്നാൽ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ ടെൻഷൻ അടിച്ചു കിടക്കുമ്പോൾ നിനക്കൊരു ടെൻഷനും ഇല്ല. മരിച്ചു കഴിഞ്ഞ് ഇതിടാൻ പറ്റാത്തതിലുള്ള ടെൻഷനാണ്.